നമുക്കറിയാം ഇസ്രയേലിന്റെ ഭാഗത്ത് നിന്ന് ലെബനനിൽ അടക്കം ഉണ്ടാകുന്ന ആക്രമണം, അതോടൊപ്പം തിരികെ ഉണ്ടാകുന്ന തിരിച്ചടികൾ ഒക്കെ അത് എത്രത്തോളം ഭീകരമായ സാഹചര്യങ്ങളിലേക്കാണ് പശ്ചിമേഷ്യയെ കൊണ്ടെത്തിക്കുന്നത് എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ്. ആ വാർത്തയുടെ വിശദാംശങ്ങളിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ലെബനനിൽ ആക്രമണം ശക്തമാക്കി ഇസ്രയേൽ. ഇന്നലെ രാത്രിയും അതിശക്തമായ ബോംബാക്രമണം ഉണ്ടായതായി റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തു. ഇതുവരെ 500ഓളം ഹിസ്ബുള്ള അനുയായികളെ വധിച്ചെന്നാണ് IDFന്റെ അവകാശവാദം. തങ്ങളുടെ 9 സൈനികർ കരയുദ്ധത്തിൽ കൊല്ലപ്പെട്ടതായും ഇസ്രയേൽ അറിയിച്ചു. ഹമാസ് ഇസ്രയേൽ യുദ്ധം തുടങ്ങിയിട്ട് 1 വർഷം പൂർത്തിയാകുന്ന വേളയിൽ കൂടുതൽ ശക്തമായ യുദ്ധമുറകളിലേക്ക് കടക്കാൻ തയ്യാറെടുക്കുകയാണ് ഇസ്രയേൽ എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. രഞ്ജിത്ത് രാമചന്ദ്രൻ നമുക്കൊപ്പം വിശദാംശങ്ങളുമായി ചേരുകയാണ്. രഞ്ജിത്ത്, പശ്ചിമേഷ്യ അതീവ ദുഷ്കരമായ സാഹചര്യങ്ങളിലേക്ക് നീങ്ങുകയാണ് ഓരോ ദിവസവും കഴിയും തോറും. അതിൽ ഈ ഒക്ടോബർ 7 എന്ന് പറയുന്ന ദിവസത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് നമ്മളിപ്പോൾ വളരെ കാര്യമായി ചർച്ച ചെയ്യുന്ന വേള കൂടിയാണ്. ഇന്ന് ഒക്ടോബർ 6 കൂടുതൽ ശക്തമായ ആക്രമണത്തിലേക്ക് ഇസ്രയേൽ കടക്കാൻ പോകുന്ന മണിക്കൂറുകളാണ് നമുക്ക് മുന്നിലുള്ളത് എന്നുള്ളതാണോ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായും ഇസ്രായേലിൽ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷം 7-ാം തീയതിയാണ് ഈ സമാനമായ ഒരു ആക്രമണം ആരംഭിച്ചത് എന്നുള്ളതാണ്. കാരണം ഹമാസിന്റെ അപ്രതീക്ഷിതമായ ഒരാക്രമണം ഇസ്രായേൽ നേരെ ഉണ്ടാകുന്നു. തുടർന്ന് അന്ന് മുതൽ തന്നെ ഇസ്രായേലിന്റെ തിരിച്ചടി ആരംഭിച്ചു എന്നുള്ളതാണ്. അത് ശക്തമായ ആക്രമണമാണ് കഴിഞ്ഞ 1 വർഷമായി നമുക്കറിയാം ഗസയിലും മറ്റും നടക്കുന്നത് എന്നുള്ളത് അറിയാം. ഹമാസിന്റെ ഏതാണ്ട് 80% ആളുകളെയും ഇസ്രായേൽ ഇല്ലാതാക്കി, 80% അവരുടെ ശക്തിയും ക്ഷയിപ്പിച്ചു എന്നാണ് അവകാശവാദം. പക്ഷേ 110ഓളം ഇസ്രായേലിലെ പൗരന്മാർ ഹമാസിന്റെ തടങ്കലിലുണ്ട്. അതുകൊണ്ട് തന്നെ അവരെ രക്ഷിക്കാനുള്ള ശ്രമങ്ങൾ ഇസ്രായേൽ ഇപ്പോഴും നടത്തുകയാണ്. അതിനുള്ള ശ്രമങ്ങളിലാണ് ഇസ്രായേൽ. ഇതിനിടയിലാണ് ഹിസ്ബുള്ളയ്ക്ക് നേരെയും ഹൂതികൾക്ക് നേരെയുമുള്ള ആക്രമണം ഇസ്രായേൽ ശക്തമാക്കിയത് എന്നുള്ളതാണ്. ലെബനനിൽ പേജർ ആക്രമണത്തിന് ശേഷം ഇപ്പോൾ ഹിസ്ബുള്ളയെ പൂർണ്ണമായും ഇല്ലാതാക്കും എന്ന ദൃഢപ്രതിജ്ഞയിലാണ് ബെഞ്ചമിൻ നെതന്യാഹു എന്ന് വേണം മനസ്സിലാക്കാൻ. ഇതുമായി ബന്ധപ്പെട്ടുള്ള അതിശക്തമായ ആക്രമണം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നടക്കുന്നുണ്ട്. ഈ കരയുദ്ധം പോലും ആരംഭിച്ചിട്ടുണ്ട്. പക്ഷേ കരയുദ്ധത്തിൽ വിചാരിച്ചതുപോലെ ഒരു മുന്നേറ്റം ഇസ്രായേലിന് സാധിച്ചില്ല എന്ന തരത്തിലുള്ള ഒരു വ്യാഖ്യാനമുണ്ട്. അതുകൊണ്ടാണ് വ്യോമാക്രമണത്തിൽ തന്നെ കൂടുതലായി ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇസ്രായേൽ മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ്. ഇന്നലെ രാത്രിയും അതിശക്തമായ ബോംബിംഗ് ഹിസ്ബുള്ളയുടെ ലെബനനിലെ പ്രധാന കേന്ദ്രങ്ങളിൽ നടന്നു എന്നുള്ളതാണ് ഏറ്റവും നിർണായകമായ കാര്യം. ജനവാസ മേഖലകളിൽ പലയിടത്തും ബോംബ് പതിക്കുകയും ഏതാണ്ട് 4 ലക്ഷത്തോളം ആളുകൾ ഇപ്പോൾ അഭയാർത്ഥികളായി ലെബനന്റെ പല മേഖലകളിലുണ്ട് എന്ന വിവരവും പുറത്തു വരുന്നുണ്ട്. ഈ അഭയാർത്ഥി ക്യാമ്പുകൾ നിറഞ്ഞു കവിഞ്ഞതുകൊണ്ട് തന്നെ പലരും റോഡുകളിലും നിരത്തുകളിലും മറ്റും ചിലവഴിക്കേണ്ട പശ്ചാത്തലം കൂടി ഒരുങ്ങുന്നത് അതീവ ദുഷ്കരമായ ഒരു സാഹചര്യം ഉണ്ടാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം നമുക്കറിയാം അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട അഭയാർത്ഥി ക്യാമ്പിൽ ആക്രമണം ഉണ്ടായിരുന്നു. അഭയാർത്ഥി ക്യാമ്പിൽ ആക്രമണം ഉണ്ടായി 24ഓളം ആളുകൾ കൊല്ലപ്പെടുകയും നിരവധി ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്ത പശ്ചാത്തലം ഉണ്ടായിരുന്നു. ഇതിനിടയിലാണ് ഈ ഹിസ്ബുള്ള നേതാക്കൾ, അനുയായികൾ പലരും ഈ ആശുപത്രികൾ ഒളിസങ്കേതങ്ങളായി സ്വീകരിച്ചിട്ടുണ്ട് എന്ന വിവരം കൂടി പുറത്തു വരുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ആശുപത്രികൾ കേന്ദ്രീകരിച്ച ആക്രമണം ഇസ്രായേൽ ആരംഭിച്ചു കഴിഞ്ഞു. ഇതുമായി ബന്ധപ്പെട്ട ഈ ലെബനനിലെ വിവിധ ആശുപത്രികൾ അടച്ചു എന്ന വിവരവും ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. ആര്യ, മറ്റൊന്ന്, അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന നമുക്കറിയാം ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസം നടത്തിയ പ്രസ്താവന ഏറെ ശ്രദ്ധേയമായിരുന്നു. ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കണം എന്നാണ് ഡൊണാൾഡ് ട്രംപ് ആഹ്വാനം ചെയ്തത്. അതിനുള്ള സഹായം അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടാകും എന്ന് പറയുന്നു. അമേരിക്കൻ പ്രസിഡന്റിന്റെ ഇതുമായി ബന്ധപ്പെട്ട നിലപാടിൽ നിന്ന് വ്യത്യസ്തമായാണ് ട്രംപ് ഈ നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്. അത് ഇസ്രായേലിന് കുറച്ചുകൂടി ഒരു ആക്രമണത്തിനുള്ള ഊർജ്ജം പകർന്നു നൽകിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. നാളെയാണ് 7-ാം തീയതി എന്ന അത് നിർണായകമായ ദിവസം. നാളെ ഒരു പക്ഷേ ഇറാനിൽ ആക്രമണം നടത്താനുള്ള സാധ്യതകൾ തള്ളാനാവില്ല. അങ്ങനെയും ചില സൂചനകളുണ്ട്. അത്തരത്തിലുള്ള നീക്കങ്ങൾ കൂടിയുണ്ട്. കൂടുതൽ സൈനികരെ അമേരിക്ക ഇസ്രായേലിന് ഭാഗമായി സഹായത്തിനുമായി അയക്കുന്നു എന്ന വിവരങ്ങളടക്കം പുറത്തുവരുന്ന പശ്ചാത്തലമുണ്ട്. വിവിധ രാജ്യങ്ങൾ തങ്ങളുടെ പൗരന്മാരോട്, ഇറാനിലുള്ള പൗരന്മാരോട് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അങ്ങനെ എല്ലാ തലത്തിലുമുള്ള ആക്രമണത്തിനുള്ള വഴി ഒരുങ്ങുന്നു എന്ന സൂചനകൾ പുറത്തു വരുമ്പോൾ എന്താണ് സംഭവിക്കുക എന്നത് ലോകരാജ്യങ്ങൾക്ക് ഒരു പ്രധാനപ്പെട്ട ആശങ്കയായി മാറിയിട്ടുണ്ട്. എണ്ണ സംഭരണികളും ആണവ കേന്ദ്രങ്ങളും മറ്റും ആക്രമിക്കുന്ന ഒരു പശ്ചാത്തലം ഒരുങ്ങി വന്നാൽ അത് യുദ്ധത്തിന്റെ ഗതി മാറ്റും, ആക്രമണത്തിന്റെ ഗതി മാറ്റും. അത് വലിയ തോതിലുള്ള പ്രത്യാഘാതങ്ങളിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകും. അത് ഇസ്രായേലിനെയോ ലെബനനിലെയോ ഇറാനെയോ മാത്രമല്ല ലോകരാജ്യങ്ങളെ ഒട്ടാകെ ബാധിക്കുന്ന തലത്തിലേക്ക് മാറുന്നൊരു സാഹചര്യം. നമ്മുടെ നെഞ്ചിടിപ്പേറ്റുന്ന വിവരങ്ങളും സൂചനകളും ഒക്കെയാണ് നമുക്ക് അവിടെ നിന്ന് ലഭിക്കുന്നത്. അവിടെയുള്ള ഇന്ത്യക്കാരെ സംബന്ധിച്ച്, മലയാളികളെ സംബന്ധിച്ചൊക്കെ നമുക്ക് വലിയ ആശങ്കയുണ്ട്. അവർക്ക് ഇന്ത്യൻ എംബസി നൽകുന്ന കൃത്യമായി ജാഗ്രതാ നിർദ്ദേശങ്ങൾ അടക്കം നൽകുന്നുണ്ടോ? നമ്മൾ നിരന്തരം അവരുമായിട്ടൊക്കെ ബന്ധപ്പെടുന്നുണ്ട്. അവരെന്താണ് അവിടുത്തെ സാഹചര്യത്തെക്കുറിച്ച് പറയുന്നത്? സുരക്ഷിതരാണ് എന്നാണോ?
തീർച്ചയായും ഇറാനിലടക്കം നിരവധി ആളുകൾ വിവിധ കമ്പനികളിലായി മലയാളികളും ഇന്ത്യക്കാരും അടക്കം ജോലി ചെയ്യുന്നുണ്ട്. ഇവർക്കൊക്കെ എംബസിയുമായി ബന്ധപ്പെടാനുള്ള ഹെൽപ്പ് ലൈൻ നമ്പർ അടക്കം നൽകിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. എന്തെങ്കിലും തരത്തിലുള്ള സുരക്ഷാ പ്രശ്നങ്ങൾ ഉണ്ടായാൽ അവർ എത്രയും പെട്ടെന്ന് ആ സുരക്ഷിതരായി മാറണം എന്നുള്ള നിർദ്ദേശം എംബസി നൽകിയിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. ഒപ്പം മറ്റ് ലോകരാജ്യങ്ങളും അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങളും തങ്ങളുടെ പൗരന്മാരോട് അതീവ ജാഗ്രത പാലിക്കണം എന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അത്തരത്തിലുള്ള ചില നടപടിക്രമങ്ങൾ കൂടി മുന്നോട്ട് പോകുന്നുണ്ട്. ഏതായാലും ഇന്നും നാളെയും ഒക്കെ നിർണായകമാണ്. എന്താണ് ഇസ്രായേലിന്റെ പദ്ധതി എന്നുള്ളതാണ് ഇനി കാത്തിരുന്നു കാണേണ്ടത്. ആക്രമണം തന്നെയാണ് എങ്കിൽ എന്തായാലും ഇറാന്റെ 181 മിസൈലുകൾ നമുക്കറിയാം ഇസ്രായേൽ പതിച്ചത്. അതിൽ തിരിച്ചടി നൽകും, അതിനുള്ള അവകാശം തങ്ങൾക്കുണ്ട് എന്ന് ബെഞ്ചമിൻ നെതന്യാഹു തുടർച്ചയായി പറയുന്നുണ്ട്. തങ്ങളുടെ സുരക്ഷിതത്തെ ബാധിക്കുന്ന തരത്തിൽ ഒരു രാജ്യം തങ്ങൾക്ക് നേരെ വന്നാൽ അവരെ ഇല്ലാതാക്കുമെന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ ഹിസ്ബുള്ളയ്ക്ക് നേരെ, ഹൂതികൾക്ക് നേരെ, സിറിയയിലെ പ്രധാനപ്പെട്ട ശത്രുക്കൾക്ക് നേരെയൊക്കെയുള്ള ആക്രമണം ഇസ്രായേലിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നുണ്ട്. ഇതിനൊപ്പം ഇറാനും ആക്രമിച്ചാൽ അതെങ്ങനെ അതിനെ മറ്റു രാജ്യങ്ങൾ നോക്കിക്കാണുമെന്ന കാര്യത്തിലൊക്കെ ഇപ്പോഴും ഒരു വ്യക്തത വന്നിട്ടില്ല. തീർച്ചയായും വളരെ കലുഷിതമായ സാഹചര്യങ്ങളിലേക്ക് പശ്ചിമേഷ്യ കടക്കുന്നു എന്നുള്ളതാണ്. രഞ്ജിത്ത് രാമചന്ദ്രനാണ് വിശദാംശങ്ങൾ നൽകിയത്. നമ്മളൊരു